ശ്രീ ജേക്കബ് ജോർജ്, അപ്പോൾ ഗവർണർ നല്ലതാണ്, അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ ബാക്കി പറയുകയാണ്. ഗവർണർ നല്ലതാണ്, നല്ല രീതിയിൽ കേരളത്തിൻ്റെ ഭാവിക്കായി പ്രയത്നിക്കുന്നു. അപ്പോൾ ഗവർണറുടെ സമീപനത്തിലൂടെ കേരളത്തിന് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ മുന്നിൽ കണ്ടാണോ സർക്കാരിൻ്റെ ഒരു മലക്കം മറിച്ചിൽ സംഭവിച്ചിരിക്കുന്നത്? അല്ല എങ്കിൽ ഒരു തിരിച്ചടി ഭയക്കുന്നുണ്ടോ? അത് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. അതൊരു കാട് കയറ്റമാണ്, എഴുതാപ്പുറം വായിക്കലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഗവൺമെൻറ്റിനെ ഒന്ന് നോക്ക്, കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ്, അല്ലാതെ ഓടുപൊളിച്ചൊന്നും അധികാരത്തിൽ വന്നതല്ല. ഏത് ഗവൺമെൻറ്റാണെങ്കിലും കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്, കോൺഗ്രസ് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളെ ഓടുപൊളിച്ചൊന്നും വന്നവരല്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് ഈ ഗവൺമെൻറ് 99 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നതാണ്. നിങ്ങൾ എന്തായി പറയുന്നേ? അങ്ങനെ പറയാമോ? എന്ത് തിരിച്ചടിയാ? ജനങ്ങളോട് തിരിച്ചടിക്കുമെന്നോ? അങ്ങനെയൊന്നും പറയല്ലേ, അത് ശരിയല്ല. നിങ്ങളുടെ ആ നിലപാട് തന്നെ, ആ ചോദ്യം തന്നെ തെറ്റാണ്. ഒരിക്കലും എൻ്റെ ചോദ്യം തന്നെ തെറ്റാണ്. ആ ചോദ്യം തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. ആ ചോദ്യത്തിന് അതിൻ്റെതായ മാനങ്ങളിലേക്ക് കാണണം നിങ്ങൾ. അത് ശരിയല്ല എന്നാണ് അത് മാത്രമേ ഞാൻ വിനയത്തോട് പറയുന്നുള്ളൂ. പിന്നെ ശ്രീകുമാർ RSSകാരനാണ്. ശ്രീകുമാറും ഞാനുമൊക്കെ എത്രയോ അടുത്ത ആഴവേറിയ സൗഹൃദമാണ്. ഞാൻ ശ്രീകുമാർ തിരുവനന്തപുരത്തെ പത്രക്കാരാണ് ഞങ്ങൾ. ഞാൻ മാതൃഭൂമിയിലെ, ശ്രീകുമാർ ജന്മഭൂമിയിലെ എത്രയോ വർഷങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ ഒരു യൂണിയനിൽ പ്രവർത്തിച്ചു. ശ്രീകുമാറിൻ്റെ മേധാവി കെ കുഞ്ഞിക്കണ്ണൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു യൂണിയൻ്റെ. ഞാൻ അതിനു മുമ്പ് ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഞാനും കുഞ്ഞിക്കണ്ണനും ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ആൾക്കാരെ പോലെയാ. അതിനെന്താ കുഴപ്പം? ഒരു പ്രശ്നവുമില്ല. ഞാൻ RSSകാരനാണ് എന്ന് കരുതി ശ്രീകുമാറിനെ തീണ്ടാപ്പാടകലെ നിർത്തുകയോ, ജേക്കബ് ജോർജ് RSSകാരനല്ല എന്ന് കരുതി കുഞ്ഞിക്കണ്ണനോ ശ്രീകുമാറോ എന്നെ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ അങ്ങനെയല്ല. തിരുവനന്തപുരത്തെ പത്രക്കാർ അങ്ങനെയാണ് ഞങ്ങളുടെ സ്വഭാവം. അതുകൊണ്ട് ശ്രീകുമാർ തന്നെ അത് പറഞ്ഞത് ഒരു ചർച്ചയ്ക്ക് വിഷയമായി. പക്ഷേ RSS നല്ല RSSകാരെ, എനിക്ക് നല്ല ബന്ധമുണ്ട് RSSകാരുമായിട്ട് കേരളത്തിലെ. അത് ശ്രീകുമാറിന് അറിയാൻ മേലാത്ത തരത്തിൽ ഗാഠമായ ആഴത്തിലിറങ്ങിയ ബന്ധങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു പത്രപ്രവർത്തകനായിരുന്നപ്പോൾ മാതൃഭൂമിയിലും പിന്നീട് ഇന്ത്യ ടുഡേയിലും. അത് ഞാനങ്ങനെ പുറത്തു പറയേണ്ട കാര്യമില്ല. നല്ല RSSകാർ, കുലീനതയുള്ള RSSകാർ, വളരെ വളരെ അങ്ങേയറ്റത്തെ മതേതര ചിന്തയുള്ള RSSകാരെയൊക്കെ എനിക്കറിയാം. എൻ്റെ അഭിപ്രായത്തിൽ, ഒരു പക്ഷേ എൻ്റെ ആഗ്രഹത്തിൽ, നല്ല RSSകാർ അങ്ങനെ ആയിരിക്കണം എന്ന് കരുതി ഇന്ത്യ മഹാരാജ്യത്ത് RSSകാർ മാത്രം മതി, ഇന്ത്യ മഹാരാജ്യത്ത് ഒരേ ഒരു മതം മതി, ഒരേ ഒരു വിശ്വാസം മതി, ഒരേ ഒരു ഗവൺമെൻറ് മതി, ഒരേ ഒരു പ്രധാനമന്ത്രിയും ഒരേ ഒരു പാർട്ടി ഭരണത്തിൽ വരുന്ന ഒരേ ഒരു പാർട്ടിയിൽ വരുന്ന അഭിപ്രായമില്ല. ഇന്ത്യ ഒരു ഫെഡറൽ സംസ്ഥാനമാണ്. പല രാഷ്ട്രീയക്കാരും ഇവിടെയുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികൾ, പല വിശ്വാസങ്ങൾ, പല മതങ്ങൾ, പല ഭാഷകൾ, ഇതൊക്കെയുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. അതുകൊണ്ട് ഇവിടെ ഒരു RSS എന്നൊരു സംഘടന മാത്രം മതി. RSSനൊപ്പം തെറ്റില്ലേ? RSS കാണിച്ചിട്ടുള്ള കൂട്ടക്കുരുതികൾ എത്രയാ? അതൊക്കെയാണ് RSSൻ്റെ പേര് മായ്ക്കുന്നത്. പക്ഷേ ഈ RSSൻ്റെ അകത്ത് നല്ലവരുണ്ട്, നല്ലവരുണ്ട് എന്ന് ഞാൻ സാക്ഷ്യം പറയാനും തയ്യാറാണ്. അത് കാര്യം പറയാം. അങ്ങനത്തെ ഒരു RSSകാരനാണ് ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എങ്കിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്ന് ഉറക്കെ പറയാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുന്നു. യാതൊരു സംശയമില്ല. അത് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായമാണ്. എനിക്ക് അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ല, ഇപ്പം പത്രവും ഇല്ല. പക്ഷേ നമ്മുടെ പഴയ മാധ്യമ പ്രവർത്തകന ആയതുകൊണ്ടാണ് ആദ്യത്തെ നിങ്ങൾ എന്നെ ക്ഷണിച്ചത്. അതുകൊണ്ട് എൻ്റെ ഒരു ചരിത്രത്തിൽ, എൻ്റെ ഒരു പാരമ്പര്യത്തിൽ, എൻ്റെ ഒരു പഠനത്തിൽ, നിരീക്ഷണത്തിൽ ഞാൻ കാണുന്നത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ആയിരുന്നില്ല. ശ്രീകുമാർ പറഞ്ഞു അദ്ദേഹം കടന്നു വന്ന പാർട്ടികളുടെ കാര്യം. കോൺഗ്രസ്, ജനതാദൾ സ്വന്തമായിട്ട് എന്തെങ്കിലും രാഷ്ട്രീയ ബോധമോ ചിന്തയോ ഒരു അടിസ്ഥാനപരമായ ഒരു തത്വചിന്തയോ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അതുപോലെയുള്ളൊരു നിലപാട് കാണിക്കുമായിരുന്നില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഗവർണറായിരുന്നപ്പോൾ അദ്ദേഹം RSSനോടും കൂടുതൽ ബഹുമാനം കാണിച്ചത്. കാരണം അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തത് RSSോ BJP നേതൃത്വമാണ്. അതിനുള്ള നന്ദി രേഖപ്പെടുത്തലായിരുന്നു ഇവിടെ അദ്ദേഹം കാണിച്ച ഗവർണർ എന്ന നിലയ്ക്കുള്ള ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരുന്നും കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥാനത്തിരിക്കുന്നവർ
ഒരിക്കലും ആ നിലയിലേക്ക് പോകരുത്. വെറുപ്പും വിദ്വേഷവും വളർത്താൻ അവർ ശ്രമിക്കരുത് ഭരണാധികാരികൾ. അതുതേയുള്ളൂ. പിണറായി വിജയനാണെങ്കിലും പഴയ മുഖ്യമന്ത്രിമാരാണെങ്കിലും ഇപ്പോഴത്തെ ഭരണകർത്താക്കളാണെങ്കിലും ഗവർണറാണെങ്കിലും ആ ഒരു നല്ല വഴിയിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റം നല്ലതാണ്. ഇത് കേരളത്തിന് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു, ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.